ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കിംഗ് ഒന്നുമില്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതാണ് പച്ചിപ്പുളുസു. ഇതൊരു ആന്ധ്ര തെലങ്കാന ഡിഷാണ്. അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണിത്. ഏകദേശം നമ്മുടെ നാട്ടിലെ രസത്തിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽ വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമായിട്ടില്ല കേട്ടോ. ഒരു സവാള, 4 വറ്റൽമുളക്, 3 പച്ചമുളക്, ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി, കുറച്ച് മല്ലിച്ചപ്പ്, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ പുളിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. പുളി പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ചൂടുവെള്ളം ഒഴിക്കരുത്. നമുക്ക് പുളിയുടെ പച്ച ടേസ്റ്റാണ് ആവശ്യമായിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ചാൽ അത് വെന്ത് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി സവാളയും ചപ്പും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും ചുവന്ന മുളകും ഒന്ന് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അടുപ്പിൽ കനലുണ്ടെങ്കിൽ അതിലിട്ട് ചുട്ടെടുത്താലും മതി കേട്ടോ മുളക്. അല്ലെങ്കിൽ ഇതുപോലെ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ചുവന്ന മുളകും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിതൊരു ചട്ടിയിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും മതി. എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും മതി. നമ്മുടെ മുളക് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചപ്പും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിന് കൂടെ തന്നെ 3 പച്ചമുളകൊന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുട്ടു വെച്ചിരിക്കുന്ന പച്ചമുളകും ചുവന്ന മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയും മുളകും എല്ലാം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ പുളി വെള്ളത്തിലിട്ടത് പിഴിഞ്ഞ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ പച്ചിപ്പുളുസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പച്ചിപ്പുളുസു, പുളിരസം, പച്ചരസം എന്നൊക്കെ പറയും കേട്ടോ. ഇത് ഇത്രയും ലൂസായിട്ടാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എത്രയാണോ വെള്ളം ഒഴിക്കേണ്ടത് അതിന് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം ഇതിന് നമുക്കിനി കുക്കിംഗ് ഒന്നും വരുന്നില്ല. ഇനി ഒരു താളിപ്പും കൂടി ഒഴിച്ചാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ഇതിലേക്ക് താളിപ്പിനായിട്ട് 6 അല്ലി വെളുത്തുള്ളി ചതച്ചതും 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, നല്ല ജീരകം, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ 6 അല്ലിയും ചെറുതാണെന്നുണ്ടെങ്കിൽ 1 8 അല്ലിയും ചേർത്ത് കൊടുക്കണം. ഇനി വെളുത്തുള്ളി വെന്ത് വരാനായിട്ട് ഒരു 4-5 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെളുത്തുള്ളി വെന്ത് വരുന്നൊരു സമയത്ത് അതിലേക്ക് കഷ്ണങ്ങളാക്കി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2-3 സെക്കൻഡും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കുക്കിംഗ് ഒന്നും വരുന്നില്ലെന്ന് വിചാരിച്ച് ആരും ഉണ്ടാക്കി നോക്കാതിരിക്കരുത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ചൂടിൽ കിടന്ന് തന്നെ അതൊന്ന് പാകമായി വന്നോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ താളിപ്പ് പുളിസുവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് കുക്കിംഗ് ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം വെച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മുമ്പ് ഞാനൊരു തക്കാളി തൊക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.